ഹലോ കൂട്ടുകാരെ, ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? ഇന്നൊരു കണവ റോസ്റ്റാട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം കണവ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഇന്ന് തനിയെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരുപാട് വേവിക്കണ്ട, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് റബ്ബർ പോലെ ആവില്ലേ. കണവയും ഈ പ്രോൺസൊക്കെ അങ്ങനെയാണല്ലോ, ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ അതൊരു സുഖം കിട്ടില്ല. അപ്പോൾ അത് കുറച്ചിങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് സവോള, അതുപോലെ തന്നെ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്ത്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണല്ലോ കണവ. പിന്നെ അതിൽ ഇനി വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം സ്റ്റൗ എല്ലാം കത്തിച്ച് പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ പൊടിയായി അരിഞ്ഞ സവോള അതിലേക്ക് ഇടാം. അതിന് മുന്നേ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. വെളുത്തുള്ളി ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് ചതച്ചിടേണ്ട കാര്യമില്ല, ചെറിയ പീസായിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നു. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞ് വെച്ച്, ഇതിൽ ഞാനിപ്പോൾ 2 സവോള എടുത്ത്, ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് കണവ ഉണ്ടാവും. കണവ കൂന്തൽ സ്ക്വിഡ് എന്നൊക്കെ പറയുമല്ലോ, അത് അതിലേക്ക് ഇടുന്നു. അതൊന്ന് സോട്ടേ ചെയ്ത ശേഷം ഒരു നുള്ളു ഉപ്പിടാം. ഉപ്പിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അവിടെ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി. കാശ്മീരി മുളക് പൊടി എരിവുണ്ടാവില്ലേ, അപ്പോൾ കളറാണ്. ഇതിൽ മെയിനായിട്ട് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകാണ് കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത്. അതാണല്ലോ സ്വാദ് ഉണ്ടാവുക. മുളക് പൊടി ഞാൻ വെറുതെ ഒരു കളറിന് വേണ്ടി നമ്മൾ ചേർക്കണമെന്നാണ്, കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ കറിക്കൊക്കെ. അതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്തു. അതൊക്കെ ഒന്ന് നന്നായി മൊരിഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ചെറുതായി അരിഞ്ഞ പച്ചമുളകും ആഡ് ചെയ്തു. അതിലൊരു തക്കാളി ആഡ് ചെയ്തു. ഒരുപാട് പുളിരസമൊന്നും ആവശ്യമില്ല, നമ്മൾ റോസ്റ്റ് പോലെയല്ലേ എടുക്കണേ. അപ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്ത്, ആപ്പിൾ തക്കാളിയായാലും മതി, അല്ലെങ്കിൽ സാധാ തക്കാളി, ഏത് തക്കാളിയായാലും കുഴപ്പമില്ല. അതൊന്ന് ആഡ് ചെയ്യുക. അതൊന്ന് നന്നായി വഴറ്റി ഒന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് ഒന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ ഒഴിക്കുന്ന വെള്ളം എന്താ വെച്ചാൽ, നമ്മൾ ആ സ്ക്വിഡ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിലെല്ലാം ഉണ്ടല്ലോ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട വെള്ളം, അതായിരിക്കും ഒഴിച്ചു. ആ സൂപ്പ് പോലെ ഉണ്ടാവും, അത് വെറുതെ നമ്മൾ കളയേണ്ട കാര്യമില്ല, അതിൻ്റെ ആ ടേസ്റ്റ് മുഴുവൻ ആ വെള്ളത്തിലല്ലേ. എന്നിട്ട് അത് ഒഴിച്ചു. ഒരു കുടംപുളി കീറിയിട്ട് ഇട്ടു. പുളി അധികം വേണ്ട, അപ്പോൾ ഒരു കുടംപുളി ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതിലേക്ക് ഇടുന്നു. അതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം, അത്രേ വേണ്ടൂ. അതിനുശേഷം അപ്പോൾ അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇത് തേങ്ങാപ്പാൽ കുറച്ച് ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ എടുത്ത് ഒഴിച്ച് അതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൽ മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില, കുറച്ച് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ, അത് നമ്മുടെ ഒരു പൊടിക്കൈയാണല്ലോ, ലാസ്റ്റ് ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല നാടൻ കണവ ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടും. കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുക. കുരുമുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക കേട്ടോ. കുരുമുളക് പൊടി, അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. വെളിച്ചം കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു കണവ ഫ്രൈ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഇനി നിങ്ങളുടെ കണവ എന്നുള്ളതിന് വേറെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറയുമെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും എൻജോയ് യു റെസിപ്പി. താങ്ക് യു ഓൾ.